അസിലർ റഹിമ വ ഇൻ അദ്ബറത്. മോനെ അബൂദർറെ, കുടുംബബന്ധം ചേർക്കണം. 14 ദിവസത്തെ ലീവിന് വന്നിട്ട് 14 സ്ഥാപനത്തിൽ പ്രവാസി സംഗമത്തിൽ പങ്കെടുക്കുക എന്നുള്ളതല്ല നമ്മളിൽ ഉണ്ടാവേണ്ടത്. അത് നിങ്ങൾക്ക് ഇവിടെ തന്നെയാണ് പറഞ്ഞു തരേണ്ടത്, വേറെ എവിടുന്ന പറഞ്ഞു തരുന്നത്? ഭാര്യ ഇങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്തിട്ടുണ്ടാവും. ഇനി എൻ്റെ ഓറ് വരാൻ, ഓറ് ചിലപ്പോൾ മുത്തായിരിക്കും, ചില ആളുടെ ഇത് ചക്കരയായിരിക്കും, ചില ആളുടെ തക്കാളിപ്പൊട്ടിയായിരിക്കും. ആരായാലും 14 ദിവസം 13 ദിവസം 12 ദിവസം ലാസ്റ്റ് വന്ന് നോക്കുമ്പോൾ പെരും സിയാറത്തും ഓട്ടവും. ആഹൃത്തി കുടുങ്ങിപ്പോവും. പേടിക്കണം, എപ്പോഴും പേടിക്കണം. കുടുംബത്തെ നോക്കാണ്ടൊന്നും ചെയ്യാൻ ഇസ്ലാം പറയുന്നില്ല. സൂഫിയാക്കളുടെ സ്വഭാവം പറയുന്നിടത്ത് ഇമാം ഷാറാനി റഹിമഹുല്ലാ പറയുന്നുണ്ട്, കുടുംബത്തിനെ സഹായിക്കാതെ ഈ സൂഫിയാക്കൾക്ക് ഹദിയയോ സംഭാവനയോ നൽകുമ്പോൾ അവർ തട്ടിക്കളയും അത്രേ. ഇതെനിക്ക് വേണ്ട, നീ ഒരു സുന്നത്ത് ഒഴിവാക്കിയിട്ടാണ് എന്നിലേക്ക് വരുന്നത്, പോടുന്ന് പറയും അത്രേ. ഹാദിൽ ഹായിരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം. അങ്ങനെയുണ്ട് ചിലര്. ഉദാഹരണത്തിന് ഇതൊരു പ്രവാസി ഫാമിലി മീറ്റാണെന്ന് വിചാരിച്ചോ. കർട്ടന്റെ അപ്പുറത്ത് താത്താമാരുണ്ട്, അഥവാ യുവർ വൈഫ്സ്, നിങ്ങളുടെ ഭാര്യമാരുണ്ട്. ഉദാഹരണം, ഇവിടെ ഇന്റർലോക്ക് ഇടണം, ഇൻഷാ അല്ലാഹ് ഒരു 10,000 രൂപ തരാൻ പറ്റുന്ന ഒരു 10 ആള് കൈവെക്കൂ എന്ന് പറഞ്ഞാൽ ഒരാൾ കൈവെക്കി. എന്താ നിങ്ങളുടെ പേര്? കാസിം ഹാജി. ഇവിടെ ആരെങ്കിലും ഉണ്ടങ്ങനെ? ഇല്ല, അൽഹംദുലില്ലാഹ്. ഇല്ലാത്തതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ്. കാരണം ചിലപ്പോൾ ഏതെങ്കിലും ഉസ്താദ് പറഞ്ഞതുകൊണ്ട് അയാൾ ഉദാഹരണം ഉസ്താദ് പറഞ്ഞതെന്ന് വിചാരിക്കാണ്ടിരിക്കാനാണ് അങ്ങനെ പറഞ്ഞത്. ഭാഗ്യം, അങ്ങനെ പേരില്ല. കാസിം ഹാജി. അപ്പൊ സ്ക്രീനിൽ കാണുന്നത് അയാളെ പേരും ഫോട്ടോ അല്ലോ. അപ്പൊ ആ കർട്ടന്റെ അപ്പുറത്ത് നിന്ന് അവരുടെ ഭാര്യ, ഇത് നമ്മളെ മാപ്പിളല്ലേ, ഇന്ന് രാവിലെ എല്ലാം അണ്ടിപ്പരിപ്പ് വാങ്ങാൻ പറഞ്ഞിട്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞേ. അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ ആവരുത്. കുടുംബമായിരിക്കണം. കുടുംബബന്ധം ചേർക്കുന്നിടത്ത് നമ്മൾ ഫാസ്റ്റ് ആയിട്ടുണ്ടാവണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട് പനിയൊക്കെ പിടിച്ച് വിറച്ചിട്ട് വന്ന തങ്ങള് ഒന്ന് റാഹത്തായി എന്ന് കണ്ടപ്പോ ഖദീജ ബീവി പറഞ്ഞൊരു വർത്താനുണ്ട്, ലാ യുഹ്സിക്കല്ലാഹു അബദ, അല്ലാഹ് തങ്ങളെ കൈവിടൂല. ബിക്കോസ് ഇതിന്റെ കാരണം ഇന്നക ലതസിലുർ റഹിമ, തങ്ങൾ കുടുംബം നോക്കുന്ന ആളല്ലേ. കുടുംബം നോക്കുന്ന ആളെ എങ്ങനെ അല്ലാഹ് കൈവിടുക? മുത്തുനബിക്ക് എന്തെല്ലാം പ്രത്യേകത ലോകത്തുണ്ട്. പിന്നെന്താ ഖദീജ ഉമ്മ ഇതന്നെ പറയണത്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമുക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് നമ്മൾ പെങ്ങന്മാരെ നോക്കണം, അനുജന്മാരെ നോക്കണം, ജ്യേഷ്ഠന്മാരെ പരിഗണിക്കണം, മൂത്തമ്മാക്ക് ഇളയമാക്ക് ഉമ്മാന്റെ സ്ഥാനം കൊടുക്കണം, മൂത്താപ്പാക്ക് ഇളയപ്പാക്ക് ഉപ്പാന്റെ സ്ഥാനം കൊടുക്കണം. ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിൽ കൊല്ലപ്പെട്ടത് കണ്ടിട്ടില്ലേ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ 63 കൊല്ലത്തെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഹംസ തങ്ങൾ കൊല്ലപ്പെട്ടപ്പോഴാണ്. തങ്ങൾ കരഞ്ഞതിനെ കുറിച്ച് മാത്രം ഗ്രന്ഥമുണ്ട്, മവാഖിഫുൻ ബഖാ ഫീഹൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. അടിപൊളി ഗ്രന്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചതിനെ കുറിച്ച് ഗ്രന്ഥമുണ്ട്, കരഞ്ഞതിനെ കുറിച്ച് ഗ്രന്ഥമുണ്ട്. എന്തെല്ലാം കിതാബുണ്ട് നബി തങ്ങളെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ചിരിനെ കുറിച്ച് ഒരു കിതാബുണ്ട്. തബസ്സുമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ പുഞ്ചിരിയെ കുറിച്ച് വേറെയും കിതാബുണ്ട്. മുത്തുനബി ചുണ്ട് തുറന്നാൽ കിതാബും പൂട്ടിയാൽ കിതാബും. പഠിക്കണം ചങ്ങന്മാരെ, പഠിക്കണം. സമയം കണ്ടെത്തിയിട്ട് നമ്മൾ പഠിക്കണം. അത് നമുക്ക് നടക്കൂല എന്നുണ്ടായാൽ പഠിക്കുന്ന മക്കളെ സഹായിച്ചിട്ട് നിങ്ങളൊന്നും ചിന്തിക്കണ്ടെന്ന് പറയണം. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. ഞാൻ ഏതായാലും കച്ചവടം നടത്തിക്കോളാം, ആ കാലത്തെ ആലിമീങ്ങൾ നിങ്ങൾ നന്നായി പഠിച്ചോളി, ഞാൻ നിങ്ങളെ ദുനിയാവ് നോക്കിക്കോളാം, നിങ്ങൾ നമ്മളെ ആഖിറ ഒന്ന് നോക്കിയാൽ മതി എന്നവർ പറയും. അത്രേ കേട്ടോ. യഹ്യൽ ബർമാക്കി തങ്ങൾ അങ്ങനെയാണ്. ആ കാലത്തെ ആലിമീങ്ങൾക്ക് നന്നായി ഭക്ഷണം കൊടുത്ത് സ്വതക്ക് കൊടുത്തിട്ട് പറയും, നിങ്ങളെ ദുനിയാവ് നമ്മൾ നോക്കൂ, ആഖിറ ഒന്ന് കഴിച്ചിലാക്കി തരണേന്ന്. യഹ്യൽ ബർമാക്കി തങ്ങൾ വഫാത്തതിന് ശേഷം ഒരാൾ സ്വപ്നം കണ്ട് എന്താ അവസ്ഥ, സൂഫിയാൻ തങ്ങൾ സ്വർഗ്ഗം ദ്വാരന്നിട്ട് നമുക്ക് സ്വർഗം വാങ്ങി തന്നു. കണ്ട, റൂഹുൽ ബയാൻ തഫ്സീർ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഒന്നിക്കൽ നിങ്ങൾ പ്രവാസം നിർത്തിയിട്ട് ഇവിടെ മുത്തല്ലിമാവുക, അല്ലെങ്കിൽ ഇവിടുത്തെ മുത്തല്ലിങ്ങളെ നന്നായി സ്നേഹിക്കുക. രണ്ടിലൊന്നും, വേറൊരു ഓപ്ഷൻ ഇല്ല. ഒന്നാമത്തെ വേണ്ടെന്ന് തോന്നുക, അവസ്ഥ എണീച്ചു പോയ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട ഒരു ചിത്രം എങ്ങനെയെന്ന് വെച്ചാൽ സുബ്ഹാനല്ലാഹ്, ശത്രുക്കൾക്ക് ഭയങ്കര വെറുപ്പാണ് ഹംസ തങ്ങളോട്. അതങ്ങനെ തന്നെയല്ലേ, സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളെ എന്തെങ്കിലും ആരോപണം പറഞ്ഞ് വീഴ്ത്താനും എന്തെങ്കിലുമൊക്കെ ആക്രമിക്കാനും ആണല്ലോ പൊതുവെ ശത്രുക്കൾ സജീവമായിട്ടുണ്ടാവുക.
ഹംസ തങ്ങളെ ചാട്ടൂളി എറിഞ്ഞിട്ട് വീഴ്ത്തി. ഹംസ തങ്ങൾ പെടഞ്ഞ് വീണ് അവിടുന്ന് ഇങ്ങനെ പെടക്കുന്ന സമയത്ത് ശത്രുക്കൾ ഓടി വന്നിട്ട് കയ്യും കാലും ചവിട്ടിയത്ര, പെടക്കാൻ പോലും വിടാതെ. എന്നിട്ട് വലിയ കത്തി എടുത്തിട്ട് കഴുത്തറുത്തു. അറുത്തു എന്ന് മാത്രല്ല, വേറെ ഒരു വലിയ വാള് പോലത്തെ കത്തി എടുത്തിട്ട് ഈ നെഞ്ച് മുതൽ പൊക്കിള് വരെ ഒരൊറ്റ വലിക്കല്. രണ്ട് ശത്രുക്കൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് അതിൽ വിരലിട്ടിട്ട് കൈയിട്ടിട്ട് പിളർത്തി. എന്നിട്ടാണ് കരള് ഉള്ളിൽ നിന്ന് വാരി എടുത്തിട്ട് ചവച്ച് തുപ്പണത്. ചെവി മുറിച്ചു, മൂക്ക് മുറിച്ചു, കണ്ണ് പിഴുതെടുത്തു. റസൂലുള്ള കരഞ്ഞ എത്ര നേരം കരഞ്ഞതെന്നറിയാം. യാ ഹംസ, എത്ര നേരം അവിടുന്ന് കരഞ്ഞു പോയത്. ആരാണ് ഈ കിടക്കുന്നത്? ആ കരഞ്ഞുകൊണ്ട് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. ഹംസ തങ്ങൾക്ക് കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്താ സർട്ടിഫിക്കറ്റ് എന്നറിയാം? ഇന്നക വസൂലല്ലി റഹ്മി. എൻ്റെ ഹംസ ഒരു സ്ഥലത്ത് കൊടുങ്ങൂല. എൻ്റെ ഹംസ കുടുംബത്തെ നോക്കുന്ന ഇളയപ്പയാണെന്നോ. നമുക്കൊക്കെ ഉണ്ടാണോ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇക്കാക്കുള്ള കാലത്ത്, ഇച്ഛയുള്ള കാലത്ത് നമുക്കൊക്കെ എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടായിരുന്നോ? പെങ്ങന്മാരും മക്കളും പറയണം നമ്മളെക്കുറിച്ച്. കുടുംബം നോക്കണം മനുഷ്യന്മാരെ, അനുജന്മാരെ. ഉപ്പ മക്കളെ നോക്കണ പോലെ ജ്യേഷ്ഠൻ അനുജരെ നോക്കണമെന്ന ഇബ്നു ഹജർ തങ്ങൾ അസ്നൽ മത്വാലിബ് ഫീ സിലത്തിൽ അർഹാമി വൽ അഖാരിബിൽ പറഞ്ഞത്. അനുജന്മാരെ നോക്കണം. അനുജൻ ഷോപ്പ് തുടങ്ങുമ്പോ സഹായിക്കൂല. ഓൻ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. ഉപ്പ അങ്ങനെ മക്കളെ കുറിച്ച് പറയോ? പെങ്ങന്മാരെ നോക്കണം. നമ്മളെ പെങ്ങള് കല്യാണം കഴിച്ച ഭർത്താവ് അടിപൊളി റോയൽ ഫാമിലിയാണ്, ഇക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റാണ്. അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ഇടക്കിടക്ക് കാണാൻ പോകണം. അവർക്ക് നന്നായി സഹായിക്കണം. നമ്മളെ മക്കള് കല്യാണം കഴിഞ്ഞാൽ അവരോട് പറയണം, ഭാര്യനെ കൂട്ടിയിട്ട് മൂത്തമ്മ ഇളയമാൻ്റെ അടുത്തെല്ലാം പോകാൻ. ചിലപ്പോൾ നമ്മളെ ഭാര്യമാര് തിരിച്ചു പറഞ്ഞു കൊടുക്കും. എവിടെ പോന്ന്? മുത്തമ്മാൻ്റെ അടുത്താ, ഇളയമാൻ്റെ അടുത്താ. പോകല് പോയിക്കോ, അങ്ങനെ വലിയ കട്ടൊന്നും വാങ്ങണ്ടാന്ന്. ഒരു വത്തക്കയും 1 കിലോ നേന്ത്രപ്പഴവും വാങ്ങിയാൽ മതി. പാക്കറ്റിൽ നിന്ന് അറിയുകയും ചെയ്യും, 100 രൂപ ആവും ചെയ്യില്ല. എല്ലാ ഉടായ്പും നമുക്കറിയാം. അങ്ങനെയൊന്നല്ല. നന്നായിട്ട് സാധനങ്ങളും സ്വീറ്റ്സും ബേക്കറി ഫ്രൂട്ട്സും എല്ലാം വാങ്ങിക്കൊണ്ടുവരാൻ പറയണം. മക്കളെ പഠിപ്പിക്കണം, അതൊക്കെ പഠിപ്പിക്കണം. ഇമാം മിഹിയിൽ പറയുന്നുണ്ട്, ബഹുമാനമുള്ളവരോടൊക്കെ നമ്മളാണ് നമ്മളെ ഭാര്യന്റെ അഥവാ ആ കുട്ടികളുടെ ഉമ്മാന്റെ ബഹുമാനം നമ്മളാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നീ എന്താണ് കരയുന്നത്? ടൂറിന് പോകണ്ടെന്ന് ഉമ്മ പറഞ്ഞത്. ഈ പ്രവാസികൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഒരാകെ 5-10 ദിവസത്തെ ലീവിനേക്കാ വരിക. അതിൽ ഇങ്ങനെ മക്കളിങ്ങനെ സോപ്പിടും, ഒന്നും പറയണ്ട, ചൂടാണ്ട, കൽമ്പണ്ട, ഉണ്ടാണ്ടാന്ന്. ഭാര്യ ഇത്ര കാലം കഷ്ടപ്പെട്ടൊന്നുമല്ല, നീ അന്ന് മക്കളെ കേട് വരുത്തുന്നെല്ലാം പറയും. നീ എന്താ കരയുന്നത്? ടൂറിന് പോകണ്ടെന്ന് പറഞ്ഞു. ആര്? ഉമ്മ. എന്തായാലും ഉപ്പ വിട്ടാലും പോകണ്ട, ഉമ്മക്ക് പൊരുത്തമില്ല. സഹിക്കുമോനെ, ഉപ്പ ദുനിയാവിൽ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. എന്തുപ്പ? നിന്റെ ഉമ്മാനെ കല്യാണം കഴിച്ചത്. അടിപൊളി. ഇന്ന് ഫാമിലി മീറ്റ് വെക്കാത്ത നിങ്ങളെ ഭാഗ്യം. കാരണം ആ പെണ്ണുങ്ങന്മാർ വിചാരിക്കും പറഞ്ഞു കൊടുക്കും ഉസ്താദേ ഓർ അധികം ഇത് പറയലുണ്ട്. ഈ കുട്ടിയൊക്കെ എങ്ങനെ ഇനി നന്മ ഉണ്ടാവില്ല? ഈ കുട്ടി എങ്ങനെ നന്നാവല്? ചില ഉമ്മമാരുണ്ട് തിരിച്ച്. ഉപ്പ എന്തെങ്കിലും ചൂടായതിന് കലമ്പിയതിന് മക്കളോട് പറയും, സഹിക്കുമോനെ 25 കൊല്ലമായി നിന്റെ ഉപ്പാനും ഉമ്മ സഹിക്കുകയാണ്. പിന്നെ എങ്ങനെ പിള്ളേർ നന്നാവല്? ശരിക്കും അങ്ങനെയല്ല. ബഹുമാനിക്കേണ്ട എല്ലാവരെയും ബഹുമാനിക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് വേണം. ഉസ്താദ്മാരെ ബഹുമാനിക്കണം, സ്ഥാപനത്തിനെ ബഹുമാനിക്കണം, മക്ബറെ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ്സിന് മദ്രസ ഒഴിവാക്കി. നമ്മളെ നാട്ടിലുള്ള പല ആളുടെയും പ്രശ്നം എന്ന് വെച്ചാൽ അവരെല്ലാ സ്ഥാപനത്തെയും സഹായിക്കും, പക്ഷെ ഒരൊറ്റ സ്വന്തം ആയ ആളുണ്ടാവില്ല. മക്കള് അവര് മുത്താലിമായിരിക്കൂല, മദ്രസ മര്യാദയ്ക്ക് പഠിക്കൂല, 6ാം ക്ലാസ്സിന് ഒഴിവാക്കും, എല്ലാം ഒഴിവാക്കും. അത്തരം ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അൽമക്കറിൽ പഠിക്കുമ്പോഴുള്ള ഒരു അനുഭവം പറഞ്ഞുതരാം. നമ്മളെ സ്ഥാപനത്തിനെ നന്നായി സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഉമ്മ മരണപ്പെട്ടപ്പോൾ നമ്മൾ ഒരു നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബസ്സിൽ കുറേ ആൾക്കാർ, അതിൽ പിന്നെ കൊള്ളാവുന്ന അത്രയും മുത്താലിമീങ്ങൾ അവിടെ പോയി യാസീനൊക്കെ ഓതി ദ്വാരന്ന് പോരുന്ന സമയത്ത് ആ ഖബറിൻ്റെ അടുത്ത് നിന്ന് ചെറിയൊരു ശബ്ദം. എന്ത് ശബ്ദം? ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് ശിക്ഷയല്ല, അങ്ങനത്തെ ശബ്ദമല്ല, പുറത്തുനിന്ന് തന്നെ. എന്താ ശബ്ദം? തൽഖീൻ ഓതണ്ട എന്നുള്ളിടത്തോളം അവിടുന്ന് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തൽഖീന് ഓതണ്ട, അത് തെളിവല്ല. അങ്ങനെ പറയുന്നത് ആരാണെന്ന് ശ്രദ്ധിച്ചപ്പോൾ മരിച്ച മയ്യത്തിന്റെ 2 മക്കൾ. ഇങ്ങനെയുണ്ട് ചിലയാൾ.
സുബ്കി ഇമാം കിതാബിൽ പറയുന്നുണ്ട്, ചിലര് നന്നായി ഖിദ്മത്തൊക്കെ എടുക്കും, നന്നായി സേവനം ചെയ്യും, പഠിക്കും, പക്ഷെ സ്വന്തം മക്കളെ മര്യാദയ്ക്ക് നോക്കാൻ അവർ ശ്രദ്ധിക്കൂല. നമ്മുടെ എത്ര ആൾക്കാരുടെ മക്കൾ മർക്കസിലും മദീനയിലും സിറാജുൽ ഹുദയിലും മുഹിമാത്തിലും മഖറിലൊക്കെ പഠിക്കുന്നവരുണ്ട്, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ. അതും നമ്മൾ ആലോചിക്കണ്ടേ? വേണം. നമ്മളെ മക്കൾ ശരിയായി കിട്ടണം. ഈ 6ാം ക്ലാസ് വരെയൊക്കെ മദ്രസ പഠിച്ച പിള്ളേർ ഡിഗ്രിയും PG ഡിപ്ലോമയും സെറ്റും നെറ്റെല്ലാം എടുത്ത് അവർക്ക് എന്താ പിന്നീട് പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, ഗൾഫിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് ഖത്തറിന്ന് തിരിച്ചു വരുമ്പോൾ ഷിർക്കാവുന്നതാണ്. ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജിബ്രീലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പെട്ടെന്ന് ഒരു വഹി വന്നതാണ്. എത്ര രാജിക്കന്മാരുടെ മക്കൾ ഇങ്ങനെ പഴച്ചുകൊണ്ട് അതുകൊണ്ട് കുടുംബത്തെ നോക്കുന്നിടത്ത് നമ്മൾ 2ാം നമ്പർ ആവരുത്. കുടുംബത്തെ നന്നായി നോക്കണം. നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളാവാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയാം. മക്കൾ നന്നായി കിട്ടാൻ, സ്വാലിഹീങ്ങളാവാൻ പ്രധാനമായും 3 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളായി കിട്ടാൻ ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക്, നമ്മുടെ മക്കളെ മക്കൾക്കൊക്കെ സ്വാലിഹീങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. എന്നാൽ അവരുടെ ഖൽബ് ശുദ്ധിയാകും. പറയുന്ന കാരണം അതാ, സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് അവരുടെ ഖൽബിൽ ഉണ്ടാകും ചെറുപ്പത്തിൽ തന്നെ. അത് നിങ്ങൾ ഏറ്റെടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഭാര്യയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആണുങ്ങന്മാർക്ക് സ്വാലിഹീങ്ങളെ കഥ പറഞ്ഞു കൊടുക്കാൻ ഒന്ന് കഥ അറിയൂല, അറിഞ്ഞാൽ തന്നെ ഒരു കഥ പറഞ്ഞുതരാം, അങ്ങടിക്കിട്ട് അവൻ്റെ കഥ കഴിക്കാൻ സാധ്യത ഉണ്ടാവുകൊണ്ട് പെണ്ണുങ്ങന്മാർ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി കുട്ടിക്ക് ഇനിയും ആയുസ് കിട്ടാൻ ഭാവിക്ക് നല്ലത്. നമുക്കതൊന്നും കഴിയൂല. നമ്മളിപ്പോൾ ഒരു തങ്ങളെടുത്ത് പോയിട്ട് തന്നെ മക്കളൊക്കെ തീരെ ഒരു പറഞ്ഞനുസരിക്കുന്നില്ല, എന്താ ചെയ്യുക? 41 ദിവസം ബദരീങ്ങൾ വലിയ യാസീനോദിക്കും. അന്നേരം നമ്മളെ ആദ്യത്തെ ഉഷാറുണ്ടാവോ? കടം വാങ്ങി ഉഷാർ കൊടുക്കാനുണ്ടാവില്ല, ഇല്ലാത്ത പോലെ. പിന്നെ നമ്മളെന്താ തല ചോറിനിട്ട് ചോദിക്കല്, ഞാൻ എന്നോദണ ഓളെ കൊണ്ട് ഓദിപ്പിച്ചാൽ മതിയാവുന്നു കേട്ടാ. നമുക്കിതൊന്നും ആവില്ല. നമുക്കിങ്ങനെ കുറച്ച് സംഗമത്തിൽ വരിക, ചായ അങ്ങനെ പോവാ. പെണ്ണുങ്ങളെ ഏൽപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല. സ്വാലിഹീങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുക, എന്നാൽ കുട്ടികൾ നന്നാവും. ആരാ പറയണത്? ഇമാമുൽ ഗസാലി അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 2, മക്കൾ നന്നായി കിട്ടാനുള്ള 2ാമത്തെ കാര്യം, മക്കൾക്ക് കൊടുക്കുന്ന ഫുഡ് ഹലാലായിരിക്കും. ലോണ്, പലിശ, തെറ്റായ ബിസിനസ്, കളവ് പറഞ്ഞിട്ടുള്ള ബിസിനസ് ആനുകൂല്യം, അതൊന്നും നമുക്ക് ഉണ്ടാവരുത്. മക്കൾ സ്വാലിഹീങ്ങളാവണോ? ആ കുട്ടികൾ കഴിക്കുന്ന ഫുഡ് ഹലാലാവണം. മത്അമുഹു ഹറാമുൻ, ഹറാമായ ഫുഡ് കഴിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഫഅന്നാ യുസ്തജാബു, പിന്നെ എങ്ങനെ ദുആഇന് ഉത്തരം കിട്ടുക? അത് സംഭവിക്കരുത്. 3ാമത്തെ കാര്യം, മക്കൾ നന്നാവാൻ സുയാനത്തുൻ അൻ ഖുറനാഇ സൂഅ്, കുട്ടികളുടെ കൂട്ടുകാര് നന്നാവണം. നമ്മളെ മക്കൾ ഏത് ക്യാമ്പസിലാണ് പഠിക്കുന്നതെന്ന് ഉറപ്പിക്കുക. ഡിഗ്രിയും PGയും കിട്ടണം എന്നുള്ളത് മാത്രം ലക്ഷ്യമാക്കരുത്. ആ മക്കൾ ദീനീ ചിട്ടയിൽ തന്നെ വളരണം. കൂട്ടുകാര് മോശമായാല് അവൻക്ക് മതത്തോടുള്ള താല്പര്യം കുറഞ്ഞു വരും. അതല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇർഷാദുൽ ഹയാറ എന്ന ഗ്രന്ഥത്തിൽ യൂസുഫ് നബഹാനി തങ്ങൾ, ജീലാനി തങ്ങളുടെ ഒരു വാക്കെടുത്ത് ഉദ്ധരിച്ച് പറയുന്നുണ്ട്, കൂട്ടുകാര് മോശമായാൽ അതിനനുസരിച്ച് നമ്മളെ കുട്ടികൾക്ക് മതത്തോടുള്ള താല്പര്യം കുറയും. അതല്ലേ യുക്തിവാദികളും ലിബറലുമായിട്ട് മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, ഞാനൊരു പെണ്ണിനെ കണ്ടിന് കെട്ടിയിരിക്കും, ഉപ്പ സമ്മതിക്കട്ടെ സമ്മതിക്കാതിരിക്കട്ടെ. പിന്നെ ഉമ്മ നമ്മളെ കല്യാണ വിഷയത്തിലൊക്കെ എന്തിനാ മൂത്താപ്പടപെടുന്നു? മൂപ്പരങ്ങനെ ഫണ്ടൊന്നും തരുന്നില്ലല്ലോ, ഭയങ്കര അഭിപ്രായം പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ പിള്ളേർ ഇങ്ങനെ ആയിപ്പോന്ന് വെച്ചാൽ അവരുടെ കുട്ടികൾ ലിബറൽ ആശയക്കാരാണ്. അതാണ്. കൂട്ടുകാര് നന്നാവണം. നമ്മളെ കുട്ടികളൊക്കെ നല്ല SSFകാരാണ്, SYSകാരാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ.